ശശി തരൂരിന് ഇനി രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഒന്ന് പുറത്താക്കൂ പ്ലീസ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. ആ ലൈനിലേക്ക് എത്താൻ പക്ഷേ കോൺഗ്രസും തയ്യാറാകുന്നില്ല. കാരണം ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും ഈ പഹയന് കൊടുക്കണ്ട എന്നുള്ളതാണ് ഈ കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്ന് പറയപ്പെടുന്നത്. അതേസമയം ഈ കോൺഗ്രസ് സഹയാത്രികയായിട്ടുള്ള സുധാ മേനോൻ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. അതിനകത്ത് പറയുന്ന പോലെ BJP നേതാവായിട്ടുള്ള LK അദ്വാനിക്ക് എക്സിലൊരു ആശംസ നേരുകയാണ് ശശി തരൂർ. 98ാമത്തെ ജന്മദിനാശംസകൾ നേരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂരിൻ്റെ ഹൃദയം സ്നേഹവായ്പിനാൽ നിറഞ്ഞു കവിയുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തന്നെ പറയുന്ന കമൻ്റാണ്. ആ കമൻ്റാണ് ഇതിനകത്ത് പറയുന്നത്. ആധുനിക ഇന്ത്യയുടെ സഞ്ചാരപഥത്തെ രൂപപ്പെടുത്തുന്നതിൽ ശാശ്വതമായിട്ടുള്ള പങ്ക് വഹിച്ച പൊതുസേവനത്തോട് അചഞ്ചലമായിട്ടുള്ള പ്രതിബദ്ധത കാട്ടിയ വിനയാന്യതിനും മാന്യനും മാതൃകാപരമായിട്ടുള്ള പൊതുജീവിതം നയിച്ച രാഷ്ട്രതന്ത്രജ്ഞനുമായിട്ടാണ് ലാൽകൃഷ്ണ അദ്വാനിജിയെ ശ്രീ ശശി തരൂർ അടയാളപ്പെടുത്തുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ നീണ്ട സഞ്ചാരപഥത്തിൽ മനുഷ്യരെ വർഗീയമായി ധ്രുവീകരിക്കുകയും മതവിഭാഗങ്ങൾ തമ്മിലുള്ള സഹജീവനങ്ങൾക്കിടയിൽ ആഴമേറിയ കിടങ്ങുകൾ ഉണ്ടാക്കുകയും ചെയ്ത മാതൃകാപരമായ പൊതുപ്രവർത്തനമായിരുന്നു 1990 സെപ്റ്റംബർ മാസം 25-ാം തീയതി ലാൽകൃഷ്ണ അദ്വാനി ആരംഭിച്ച രഥയാത്ര എന്നുകൂടി ആ കുറിപ്പിൽ പറയുന്നുണ്ട്. സോമനാഥിൽ നിന്ന് ആരംഭിച്ച ആ യാത്ര ബീഹാറിലെത്തുമ്പോഴേക്കും രാജ്യമെമ്പാടും വർഗീയ കലാപങ്ങൾ ഉണ്ടാവുകയും നിരപരാധികളായിട്ടുള്ള നിരവധി മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് മഹാനായ ശശി തരൂർ മനസ്സിലാക്കാത്തത്? ഇന്ത്യൻ ജനതയെ സാമൂഹ്യമായി, മതപരമായി, വൈകാരികമായി വിഭജിച്ച മനുഷ്യനാണ് അദ്വാനി. ജയ്പൂരും ഭഗൽപൂരും ബറോഡയും ഹൈദരാബാദും അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്ന നിരവധി കലാപങ്ങളുടെയും ജീവൻ നഷ്ടപ്പെട്ട സാധുക്കളായ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഓർമ്മകളും അതിനുശേഷമുള്ള അവരുടെ നരക ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും കൂടിച്ചേർന്നതാണ് അദ്വാനിയുടെ യഥാർത്ഥ സഞ്ചാരപഥം. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ശശി തരൂർ എന്നാണ് സുധാ മേനോൻ ചോദിക്കുന്നത്. അത്തരമൊരു പഥത്തിൻ്റെ ഉണങ്ങാത്ത വ്രണങ്ങൾ മതേതരവാദികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുമ്പോഴാണ് ശ്രീ തരൂർ മാതൃകാപരമായിട്ടുള്ള പൊതുജീവിതം നയിച്ച രാഷ്ട്രതന്ത്രത്തിനായിട്ട് അദ്വാനിയെ പുകഴ്ത്തിയത് എന്നുള്ളതാണ്. തരൂർ എപ്പോഴും പറയുന്ന സ്വയം ചേർന്നു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ലിബറൽ മതേതര രാഷ്ട്രീയത്തെ സത്യത്തിൽ അതിനെ മുഴുവൻ റദ്ദു ചെയ്യുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ രാമനെ അസ്ത്രായുദ്ധനായിട്ടുള്ള സംഹാരമൂർത്തിയാക്കി മതപരിവർത്തനം ചെയ്യിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിലൊരു പരിവർത്തനം നടത്തിക്കൊണ്ട് ഇന്ത്യയെ എന്നേക്കുമായിട്ട് വൈകാരികമായി വിഭജിച്ചതാണ് ലാൽകൃഷ്ണ അദ്വാനി. ആ ലാൽകൃഷ്ണ അദ്വാനിയെ ഈ രാജ്യത്തിന് ചെയ്ത ഏറ്റവും വലിയ പൊതുസേവനം എന്ന് പറയപ്പെടുന്ന അതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള തരൂരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ അതിലില്ലാത്ത വായനയും അറിവും ഭാഷാ സ്വാധീനവും ലോകപരിചയവും ഒന്നും വേണ്ട എന്ന് കൂടി പറയട്ടെ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതീതമായ ഇത്തിരി മനുഷ്യസ്നേഹവും വിവേകവും ഹൃദയവിശാലതയും മാത്രം മതി അതെന്താണ് എന്ന് തിരിച്ചറിയുവാൻ. അധികാരത്തിൻ്റെ ചിരി എന്നും വശ്യമായിരിക്കും. എങ്കിലും ബഹുമാന്യനായ തരൂർ വല്ലപ്പോഴും കക്കാട് പറഞ്ഞതുപോലെ, നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയുമിരുൾ നോക്കുക, ഇരുളിൻ്റെ അറകളിൽ എവിടെയോ ഒരു ഓർമ്മകളുണ്ട്, അത് ആ ഓർമ്മകളെ എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ തരൂർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ എത്ര കാലം ഈ കോൺഗ്രസിനോട് കിടപിടിച്ച് മത്സരിച്ചും തമ്മിൽ തല്ലിയും ഇങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു പറ്റം നേതാക്കൾ ശശി തരൂരിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് BJPയെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രാമനെയും രാമരാജ്യത്തെയും ഒക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയും BJPയോടൊപ്പം ഓരം ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം. ഇങ്ങനൊരു നാണക്കേട് കോൺഗ്രസിന് ഉണ്ടാകാനില്ല. ശശി തരൂരിനെ കുറിച്ച് പലപ്പോഴും ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിലൊക്കെ ഞാൻ ശശി തരൂരിൻ്റെ മഹത്വത്തെക്കുറിച്ച് പലപ്പോഴും പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇങ്ങനെ ഇത്രയേറെ ജനസ്വാധീനമുള്ള മറ്റൊരു നേതാവില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. യുവാക്കൾക്കിടയിൽ, യുവതികൾക്കിടയിൽ എന്ന് വേണ്ട അങ്ങനെ വലിയ സ്വാധീനം ശ്രീ ശശി തരൂരിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. പക്ഷേ എന്തും ചെയ്താൽ അതെല്ലാം നോക്കി നിൽക്കുന്ന തരത്തിലേക്ക് പോകുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകന് ചേർന്നതല്ല. അല്ലെങ്കിൽ ഇദ്ദേഹം ഇതൊക്കെ ഈ പദവികളും ആലങ്കാരികമായിട്ടുള്ള എല്ലാം ഒഴിഞ്ഞു വെച്ചിട്ട്
BJPയുടെ സഹയാത്രികനായി താമരചിഹ്നത്തിൽ മത്സരിക്കുവാനുള്ള കരുത്തോടുകൂടി അദ്ദേഹം ആ പാർട്ടിയിലേക്ക് ചെല്ലൂ. എന്നിട്ട് ആ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ LK അദ്വാനിയെയും ഈ നരേന്ദ്രമോദിയെയും ഒക്കെ പുകഴ്ത്തു. അങ്ങനെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇന്ന് ശിഷ്ടകാലം ന്യൂയോർക്കിലാണ് താങ്കൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ശിഷ്ടകാല ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന്, നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കും. അപ്പോൾ താങ്കൾ അത് നേടി അങ്ങ് ന്യൂയോർക്കിൽ അന്ത്യവിശ്രമത്തിലേക്ക് പോകൂ. പക്ഷെ അതിന് പകരം ഇവിടെ ഒരു പാർട്ടിയുടെ തണലായി മാറി നിന്ന് അവരിൽ നിന്ന് ലഭിക്കാവുന്നതെല്ലാം 4 ടേമിൽ MP ആയി മത്സരിച്ച് വിജയിച്ച് ക്യാബിനറ്റ് മന്ത്രി വരെയായിട്ട് ആ പദവികളൊക്കെ ഉപയോഗിച്ച് പലവട്ടം നിങ്ങൾ അധികാരം കൈയാളിയിട്ടുള്ളതാണ് കോൺഗ്രസുമായിട്ട് ചേർന്ന്. അന്നൊന്നും നിങ്ങൾക്ക് തോന്നാത്ത കുടുംബാധിപത്യം ഈ അവസാന കാലത്തിലേക്ക് എത്തുമ്പോൾ ഇനി മത്സരിക്കാൻ കഴിയില്ല എന്ന്, മത്സരിച്ചാൽ തിരുവനന്തപുരത്ത് വിജയിക്കാൻ കഴിയില്ല എന്ന് തോന്നലുള്ളത് കൊണ്ടാണോ ഈ പാർട്ടി പ്രവർത്തനമൊക്കെ മതിയാക്കി ഇനി അടുത്തൊരു പാർട്ടിയുടെ തണലിലേറി തൻ്റെ ജീവിതം, ബാക്കി ജീവിതം, ശിഷ്ടജീവിതം ന്യൂയോർക്കിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ജീവിച്ചു തീർക്കുവാൻ താങ്കൾ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്? ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ജിൻഡോ ജോൺ അടക്കമുള്ളവർ ഇദ്ദേഹത്തെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. ആ വിമർശനങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ പറയുമ്പോൾ അത് കേൾക്കാൻ ഇദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം താങ്കൾക്ക് പറ്റിയ ഇടമല്ല ഈ കോൺഗ്രസ് എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ മാന്യമായിട്ട് ഇറങ്ങിപ്പോവുക, അത് തന്നെയാണ് താങ്കൾ ചെയ്യേണ്ടത് എന്ന് ജിൻഡോ ജോണിനെപ്പോലുള്ള ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. LK അദ്വാനിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്. LK അദ്വാനിയെ, നെഹ്റുവും ഇന്ദിരയും രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്, മാത്രമല്ല ജീവിച്ചു മരിച്ചവരാണ് രാജ്യത്തിന് വേണ്ടിയിട്ട്. അദ്വാനി രാജ്യത്ത് വിഭജന രാഷ്ട്രീയം പയറ്റിയതാണ്. ബാബറി മസ്ജിദ് തകർത്തതും രഥയാത്രയുമെല്ലാം അതിൻ്റെ പിന്നാമ്പുറ കഥകളാണ്. ആധുനിക ഇന്ത്യയുടെ സഞ്ചാരപഥത്തെ രൂപപ്പെടുന്നതിൽ ശാശ്വതമായിട്ടുള്ള പങ്ക് വഹിച്ച, പൊതുസേവനത്തോട് അചഞ്ചലമായിട്ടുള്ള പ്രതിബദ്ധത കാട്ടിയ, വിനയാന്യതനും മാന്യനും മാതൃകാപരമായിട്ടുള്ള പൊതുജീവിതം നയിച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് ലാൽകൃഷ്ണ അദ്വാനി എന്ന ഒറ്റ പ്രസ്താവന മാത്രം മതി മിസ്റ്റർ തരൂർ താങ്കൾക്ക് പറ്റിയ ഇടമല്ല കോൺഗ്രസ് എന്ന് വിലയിരുത്തുവാൻ. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഇപ്പോൾ ഉള്ളാൽ പറയുന്നത് ഇത് തന്നെയാണ്. ഉണ്ടുറങ്ങിക്കിടക്കുന്നിടത്ത് തന്നെ ഇതുപോലെ മാലിന്യം വാരിയെറിഞ്ഞ് നിരന്തരം ദുർഗന്ധം വിതറാതെ ഇറങ്ങിപ്പോകുക മാന്യമായിട്ട്. ഇത്രയും കാലം താങ്കളും താങ്കളെയും ആഘോഷിച്ച ഇടത്തോട് സകല സംഖ്യകളും താങ്കളുടെ വ്യക്തി ജീവിതത്തെ പോലും വേട്ടയാടിയപ്പോൾ പരിചയമായി നിന്ന കോൺഗ്രസ് പാർട്ടിയോട് ആ മാന്യതയെങ്കിലും താങ്കൾ കാണിക്കണം. കാരണം ഇറങ്ങിപ്പോയി താങ്കൾക്ക് ഇപ്പോൾ കോൺഗ്രസിനോടുള്ള ആ വിരോധമുണ്ടല്ലോ, അതങ്ങ് തീർത്താൽ മതി. നന്ദി എന്ന വികാരമുണ്ടാകാൻ വിശ്വപൗരനാകണ്ട, സാമാന്യ മര്യാദയുള്ള ഒരു മനുഷ്യനായാൽ മാത്രം മതി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് നിങ്ങൾക്കാകാൻ കഴിയുന്നില്ല? വിശ്വപൗരൻ എന്ന സ്വയം വലയിത അമിത പ്രചാരവേലയിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി അതിനുശേഷം സാമാന്യ മര്യാദയുള്ള മനുഷ്യൻ്റെ നിലവാരമെങ്കിലും പ്രകടിപ്പിക്കണമായിരുന്നു ശ്രീ മിസ്റ്റർ ശശി തരൂർ. പക്ഷെ നിരന്തരം നെറികേടുകൾ പറഞ്ഞിട്ടും അവഗണിച്ചു വിടുന്ന നേതൃത്വത്തെ, ആ നേതൃത്വത്തെ കൊണ്ട് തന്നെ പുറത്താക്കിച്ച് രക്തസാക്ഷി പരിവേഷമാണ് ഇനി കെട്ടിയാടാൻ കൊതിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നിങ്ങളിപ്പോൾ ദിനം പ്രതി വാരിക്കൂട്ടുന്ന അവഗണന തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി എന്ന് പറയപ്പെടുന്നത്. ചോറുവിടയും കൂറ് സംഘപരിവാർ ഗോശാലയിലുമായി കോൺഗ്രസിൽ ചുറ്റിത്തിരിയുന്ന താങ്കളോട് ഈ കോൺഗ്രസിന് മുന്നിൽ നിങ്ങൾ ഇത്രയും വിലയില്ലാത്ത അവസ്ഥയിലെത്തിച്ച, അല്ലെങ്കിൽ താങ്കളെ എത്തിച്ചിരിക്കുന്ന താങ്കളുടെ ഉറച്ച പ്രഖ്യാപനങ്ങളാണ് എന്ന് ഓർക്കുക. ഒപ്പം താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മല്ലികാർജുന ഖാർഗെ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്നും താങ്കൾക്ക് എന്തുകൊണ്ട് അതാകാൻ കഴിഞ്ഞില്ല എന്നും താങ്കൾ മനസ്സിലാക്കുക. എന്നും ഓരോ ദിവസവും സംഘിപക്ഷ നിലപാടുകളിലൂടെ താങ്കൾ അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ AICCയോട്, കോൺഗ്രസിനോട് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ, ആ പാർട്ടിയോട് ഒരു കൂറും കടപ്പാടും ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ തന്നെ ആകുമായിരുന്നു ഈ പറഞ്ഞ മല്ലികാർജുന ഖാർഗെയുടെ സ്ഥാനത്തെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അതിന് താങ്കൾക്ക് കഴിയില്ല. രാജ്യത്തെ പ്രധാന തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനപക്ഷ സമരങ്ങളുമായിട്ട് കോൺഗ്രസ് തെരുവ് നിറയുമ്പോഴും താങ്കൾ നിൽക്കുന്ന ഇടം മറക്കുന്ന വ്യക്തിയാണ്. താങ്കളുടെ അക്ഷരാഭ്യാസങ്ങൾ ഇതുപോലെ പതിവ് കാഴ്ചകളാണ്. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നതിനെ, ആ പ്രവർത്തനങ്ങളോട് യോജിച്ചു പോകാൻ കഴിയാത്ത വ്യക്തിയായി മാറുന്ന താങ്കൾ മോദി പക്ഷ അണികൾക്ക് ആവേശം തുളുമ്പുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവരെ ആവേശഭരിതരാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല.
പക്ഷെ താങ്കൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക് പ്രതിഫലം തരേണ്ടതല്ലേ? പക്ഷേ താങ്കൾ ഉദ്ദേശിക്കുന്ന ഇറക്കിവിടലോ താങ്കളെ സസ്പെൻഡ് ചെയ്യലോ താങ്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കലോ നടക്കില്ല. കാരണം അതൊരു രക്തസാക്ഷി പരിവേഷമാകും എന്നുള്ളത് കൊണ്ട് തന്നെ താങ്കളെ ഈ പാർട്ടി പുറത്താക്കില്ല. പക്ഷെ കോൺഗ്രസിനോട് താങ്കൾ ചെയ്യുന്ന ഈ ചതി അത് കോൺഗ്രസ് പ്രവർത്തകർ മറക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ LK അദ്വാനിയെക്കുറിച്ച് താങ്കൾ പല നീണ്ട വാചകങ്ങൾ ഉദ്ദേശിച്ച് അദ്ദേഹത്തെ വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ട്. ആ പ്രകീർത്തനങ്ങൾ നല്ലത് തന്നെയാണ്. ഒരിക്കലും അദ്വാനിയെ കുറച്ചു കാണുന്നില്ല. അദ്ദേഹം വളരെ മാന്യനായ വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഈ പറഞ്ഞ വാചകങ്ങൾക്കെല്ലാം താങ്കൾ കൊടുക്കുന്ന ആ വാചകങ്ങൾക്കും പ്രശംസകൾക്കും അർഹം തന്നെയാണ്. അതിലൊരു കുറവുമില്ല. പക്ഷേ താങ്കൾ നിൽക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും ഏതാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ താങ്കളൊരു കാര്യം മനസ്സിലാക്കുക. അദ്വാനിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭാവന എന്തായിരുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ മതേതര മിനാരങ്ങൾ തച്ചു തകർക്കാൻ രഥയാത്ര നടത്തിയതടക്കമുള്ള കർസേവയ്ക്കുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടിയതടക്കമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാമെന്ന് മറന്നു പോകരുത്. അതൊരു മാതൃകാപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായി തോന്നുന്ന താങ്കൾക്ക് ആ കാരണം കൊണ്ട് തന്നെ കോൺഗ്രസ് അല്ലാതായി മാറിയിരിക്കുന്നു താങ്കൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്വാനിയുടെ പ്രതിബദ്ധത RSSനോട് മാത്രമായിരുന്നു എന്ന് എന്തുകൊണ്ട് ഈ പറയുന്ന ശശി തരൂർ എന്ന് പറയുന്ന സംഘിക്കുട്ടന് മനസ്സിലാകുന്നില്ല എന്നുകൂടി ചോദിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം താങ്കൾ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ ഒരു ചുക്കിനും ചുണ്ണാമ്പും മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല ഈ സംഘപരിവാറിൻ്റെ ഈ RSS അവധൂതൻ എന്നുകൂടി താങ്കൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഇതിനു മുൻപേ ഇന്ന് ഈ രാജ്യത്ത് കാണുന്ന രീതിയിലേക്ക് വിദ്വേഷ പ്രചാരണത്തിൻ്റെ വേഗമെന്ന് പറയപ്പെടുന്ന ആ വിദ്വേഷ പ്രചാരണത്തിന് ഇത്രയും ആക്കം കൂട്ടിയ അല്ലെങ്കിൽ വർഗീയ നാവിനുടമയായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന അദ്വാനിജി എന്ന് കോൺഗ്രസ്സുകാർ ഓരോരുത്തരും പറയുമ്പോഴും ആ കോൺഗ്രസിൻ്റെ പരിവേഷം അണിയിച്ച് ആ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച് MP ആയിട്ടുള്ള താങ്കൾ പറയുന്ന അല്ലെങ്കിൽ ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള താങ്കൾ പറയുന്നത് അദ്വാനിജിയെ പുകഴ്ത്തലാണ്. അതിനോട് ആ പണിയോടൊരിക്കലും യോജിച്ച് നിൽക്കാൻ കഴിയുന്ന തരത്തിലല്ല കോൺഗ്രസ് പ്രസ്ഥാനം എന്നുള്ളത് താങ്കൾ മറന്നു പോരുത്. പലവട്ടമായി താങ്കൾ ഇങ്ങനെ കോൺഗ്രസിനെ പിച്ചി ചീന്തുന്നു. ഇനിയും താങ്കൾക്ക് ഒരിക്കലും മാപ്പ് തരുന്ന തരത്തിലേക്കല്ലായിരിക്കും അവർ ഇനിയുള്ള നടപടികളിലേക്ക് എത്തുക. ഒരിക്കലും താങ്കളെ നടപടികളെടുത്ത് പുറത്താക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഈ നിരന്തരം BJPക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന് തലവേദനയായിട്ട് ശശി തരൂർ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താകുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് പോകുവാനുള്ള ഒരു വഴി തേടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓരോരോ കുൽസിത പ്രവർത്തികൾ ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വല്ലാത്ത പുകഴ്ത്തലാണ് ശ്രീ ശശി തരൂർ, താങ്കൾ മനസ്സിലാക്കുക. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ BJPയെ അദ്വാനിയെയും മോദിയെയും ഒക്കെ ഇങ്ങനെ പുകഴ്ത്തുന്നത് താങ്കൾക്ക് ചിലപ്പോൾ സ്വാർത്ഥമായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതൊരു തിരഞ്ഞെടുപ്പ് വേളയിലേക്ക് എത്തപ്പെടുമ്പോൾ, തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തുമ്പോൾ താങ്കൾ കാണിക്കുന്ന ഈ പ്രവർത്തികൾ എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം എന്തുമായിക്കൊള്ളട്ടെ ആ പ്രസ്ഥാനത്തെ തകർച്ചയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യട്ടെ. പക്ഷെ കൂടെ നിൽക്കുന്നവൻ്റെ കുതികാല് വെട്ടുന്ന രീതിയുണ്ടല്ലോ, അത് താങ്കൾക്കെന്നല്ല ഒരാൾക്കും ചേർന്നല്ല. ഇനി താങ്കൾ ഇതേ കോൺഗ്രസിൽ നിൽക്കുന്ന താങ്കൾ നാളെ ഈ കോൺഗ്രസ് ഒക്കെ ഉപേക്ഷിച്ച് BJPയുടെ പാളയത്തിലേക്ക് പോവുകയും ആ BJP പാളയത്തിലും താങ്കൾക്ക് ഒരു തരത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും താങ്കൾ ആഗ്രഹിക്കുന്ന സുഖ സൗകര്യങ്ങളും ലഭിക്കാതെ വരുന്ന ഒരു കാലമുണ്ടായാൽ അന്ന് താങ്കൾ ഈ BJPയെയും മോദിയെയും അദ്വാനിയെയും വാജ്പേയിയും ഒക്കെ ഇതിനെക്കാട്ടിലേറെ നികൃഷ്ടമായ രീതിയിൽ അക്ഷരങ്ങൾ കൊണ്ട് അഭ്യാസങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം താങ്കൾ തരംതാണു പോകുന്നു. താങ്കളെ ഇവിടുത്തെ ജനം സ്വീകരിച്ചിരുന്നത് ഒരു പാർട്ടിയുടെ ലേബലിലല്ല. ഒരു പാർട്ടി ഇപ്പോൾ താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനാണെന്നോ കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണെന്നോ കരുതിയല്ല താങ്കൾക്ക് ഇത്രയും നാൾ 1,00,000-ലധികം വോട്ടുകൾ നൽകി പലപ്പോഴും ആ ഭൂരിപക്ഷത്തിൽ താങ്കളെ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. താങ്കളൊരു വിശ്വപൗരനാണ് എന്നുള്ളൊരു ലേബൽ മാത്രമല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ഒരു നേതാവ് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് തന്നെ മുതൽക്കൂട്ടായേക്കാവുന്ന ഒരാൾ, ഇങ്ങനെ ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും പ്രതീക്ഷകളും ഒക്കെ ആയി മാറിയിരുന്ന ഒരാളായിരുന്നു ശശി തരൂർ നിങ്ങൾ. പക്ഷേ നിങ്ങൾ സ്വയം നശിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാർട്ടി കൂടാരങ്ങളിൽ നിന്ന് വിട്ട് മറ്റു കൂടാരങ്ങളിലേക്ക് ചേക്കേറാം, അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. പക്ഷെ അത് താങ്കൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പകരം ഇങ്ങനെ കൂടെ നിൽക്കുകയും ഒപ്പം തന്നെ നിങ്ങളെ കൂട്ടി നിർത്തുകയും ചെയ്യുന്ന, കൂടെ ചേർക്കുകയും ചെയ്യുന്ന ആ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഇങ്ങനെ ചവിട്ടി മതിക്കുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ
ആ ഒരു കാരണം കൊണ്ട് മാത്രം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനോട് താങ്കൾക്ക് വിയോജിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ കാരണം, പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ജിൻഡോ ജോൺ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ BJPയും RSSും ഒക്കെ നിങ്ങളെ ചവിട്ടിമതിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നിങ്ങൾക്ക് സംരക്ഷിത കവചം തീർത്ത് തന്നിരുന്നത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും KSU പിള്ളേരുമാണ്, മറന്നു പോകരുത്. തീർച്ചയായിട്ടും അവരൊരുക്കിയ കവചത്തിൽ തന്നെയാണ് നിങ്ങൾ വർഷങ്ങളോളം മുന്നോട്ട് പോയത്. സുനന്ദ പുഷ്കറിന്റെ മരണകാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ ശശി തരൂർ. ആ കാലഘട്ടമൊക്കെ കടന്നുപോയി. അതിൽ നിന്ന് താങ്കൾക്ക് പുറത്തു വരണം. ഇനിയുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ശിഷ്ടകാലം അങ്ങ് ന്യൂയോർക്കിൽ ജീവിക്കണം. പറ്റിയാൽ ഒരിക്കൽ കൂടി ഈ പറയുന്ന പോലെ UN സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് എത്തണം. അതിന് ഇന്ത്യൻ സർക്കാരിൻ്റെ പിന്തുണ വേണം. അതിന് മോഡിയെ പുകഴ്ത്തണം, BJPയെ പുകഴ്ത്തണം. അത്തരത്തിൽ പുകഴ്ത്തലുകൾ നടത്തി ജീവിതത്തിൻ്റെ അന്ത്യകാലം വീണ്ടും സുഖസുഷുപ്തിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അങ്ങയ്ക്ക് BJP തന്നെ അതിനുള്ള വഴിയൊരുക്കി തരും. പക്ഷേ അതിന് കോൺഗ്രസിനെ ഇങ്ങനെ ചവിട്ടി മെതിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.